താരസംഘടന അമ്മയിൽ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വിവാദങ്ങളും മുറുകുകയാണ്. മെമ്മറി കാർഡ് വിവാദവുമായി ബന്ധപ്പെട്ട അമ്മയിലെ ഒരു വിഭാഗം വനിതാ അംഗങ്ങൾ കുക്കു പരമേശ്വരനെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. അതേസമയം സമൂഹമാധ്യമങ്ങളിലൂടെ തന്നെ അപമാനിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് കുക്കു പരമേശ്വരൻ DGPക്കും പരാതി നൽകി. താരസംഘടന അമ്മയിൽ ഭാരവാഹി തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് അംഗങ്ങൾ തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും പരാതികളും ശക്തമായിരിക്കുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കുക്കു പരമേശ്വരനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു വിഭാഗം വനിതാ അംഗങ്ങൾ നേരത്തെ വാർത്താസമ്മേളനം നടത്തിയിരുന്നു. ഏതാനും വർഷം മുൻപ് അമ്മയിലെ ചില വനിതാ അംഗങ്ങൾ കൊച്ചിയിൽ ഒരു ഹോട്ടലിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞത് ക്യാമറയിൽ പകർത്തിയെന്നും ഇതുൾപ്പെടുന്ന മെമ്മറി കാർഡ് കുക്കു പരമേശ്വരൻ കൈവശം വെച്ചിരിക്കുകയാണെന്നുമാണ് ആരോപണം. മെമ്മറി കാർഡ് എവിടെയെന്ന് വ്യക്തമാക്കണമെന്നും ഇത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും താരസംഘടനയ്ക്കും ഇമെയിലായി പരാതി നൽകിയെന്ന് നടി ഉഷ ഹസീൻ അറിയിച്ചു. ഇവരെ റബ്ബർ സ്റ്റാമ്പാക്കി ഭാരവാഹിത്വത്തിലേക്ക് കൊണ്ടുവന്ന് പുറകിൽ നിന്ന് ചരട് വലിക്കുന്ന ആൾക്കാരെ ഞങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ അതിനെതിരെ പ്രതികരിക്കുവാൻ തീരുമാനിച്ചത് തന്നെ. ഞങ്ങൾക്ക് സഹായിക്കാൻ ഞങ്ങളേറെ ബഹുമാനിക്കുന്ന മുഖ്യമന്ത്രി ആ വിശ്വാസത്തിലാണ് ഞങ്ങളിപ്പോൾ ഈ പരാതിയുമായിട്ട് വന്നിരിക്കുന്നത്. അതേസമയം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തന്നെ അപമാനിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കുക്കു പരമേശ്വരൻ DGPക്കും പരാതി നൽകി. മെമ്മറി കാർഡ് വിഷയത്തിൽ തനിക്കെതിരെ മനഃപൂർവ്വം ആരോപണങ്ങൾ വരുന്നുവെന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് മുതലാണ് ഇത്തരം വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് തന്നെ അപമാനിക്കുന്നതെന്നും കുക്കുവിന്റെ പരാതിയിലുണ്ട്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതാ മേനോനെതിരായ കേസിലെ തുടർ നടപടികൾ സ്റ്റേ ചെയ്തതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം പരാതിക്കാരനെതിരെയും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ശ്വേതയ്ക്കെതിരെ മാർട്ടിൻ മേനാച്ചേരി നൽകിയ പരാതിയിലുള്ളടക്കം സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി കോഴിക്കോട് സ്വദേശി സുധീഷ് എറണാകുളം സെൻട്രൽ പോലീസിലാണ് പരാതി നൽകിയത്. ഇതിനിടെ നിർമ്മാതാക്കളുടെ സംഘടനയിലും അംഗങ്ങൾ തമ്മിലുള്ള പോര് രൂക്ഷമാണ്. സാന്ദ്ര തോമസിനെതിരെ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ നൽകിയ മാനനഷ്ട കേസ് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഫയലിൽ സ്വീകരിച്ചു. എറണാകുളം സബ് കോടതി മുൻപാകെ ലിസ്റ്റിൻ സ്റ്റീഫൻ 2 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നൽകിയ മറ്റൊരു അപകീർത്തി കേസിൽ സാന്ദ്ര തോമസിന് കോടതി സമൻസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി. ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, ഓഗസ്റ്റ് 15 തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അമ്മ ഭാരവാഹി സ്ഥാനങ്ങളിലേക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവർക്കെതിരെയും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവർക്കെതിരെയും ഇതിനോടകം തന്നെ പല പരാതികളും ഉയർന്നു കഴിഞ്ഞു. ഇതുമാത്രമല്ല, ഇത് ഇന്നും ഇന്നലെയും ഉണ്ടായ പരാതികളല്ല, നേരത്തെ തന്നെ പലവിധ വിവാദങ്ങളും അമ്മയ്ക്കുള്ളിൽ നമ്മൾ പുറത്തേക്ക് വന്ന് വാർത്തയായി തന്നെ കേട്ടതാണ്. ഏറ്റവും ഒടുവിലത്തെ വിവാദങ്ങൾ കുക്കു പരമേശ്വരനെതിരെ പരാതി പോകുന്ന തിരിച്ച് മറ്റൊരു പരാതി, ഈ പരാതി നൽകിയവർക്കെതിരെ കുക്കു പരമേശ്വരനും പരാതി DGPക്ക് സമർപ്പിക്കുന്ന ഒരു സാഹചര്യം. വിനിഷ, അതുതന്നെയാണ്. ഈ 15-ാം തീയതിയാണ് അമ്മ സംഘടനയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 14-നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ്. സിനിമാ രംഗത്തെ 2 പ്രധാനപ്പെട്ട സംഘടനകളിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഈ 2 സംഘടനയിലും അംഗങ്ങൾ തമ്മിലുള്ള പോര് രൂക്ഷമായിരിക്കുന്നത്. അതിൽ അമ്മയിലെ തർക്കം തന്നെയാണ് ഏറ്റവും പ്രധാനം. അതേറെ ദിവസങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പരാതി പ്രളയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ആദ്യം നേരത്തെ ഈ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നവർ ചിലർ പിന്മാറുന്നു. പ്രത്യേകിച്ച് ബാബുരാജ് അടക്കമുള്ളവരുടെ പിന്മാറ്റം അത് വലിയ ചർച്ചയായതാണ്. കാരണം ഈ കേസിൽ ഉൾപ്പെട്ടവർ ഇങ്ങനെ മത്സരിക്കാൻ വരുന്നത് ശരിയല്ലാത്ത സമീപനമാണ് എന്നൊക്കെ അംഗങ്ങളിൽ ചിലർ അഭിപ്രായം പറയുകയും അവസാന നിമിഷം ബാബുരാജ് മത്സരത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ഇതിന് ശേഷമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതാ മേനോനെതിരെ തന്നെ പുതിയ പരാതി വരികയും ശ്വേതയ്ക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യവും ഉണ്ടായത്. മാർട്ടിൻ മേനാച്ചേരി എന്ന് പറയുന്നയാൾ നൽകിയ പരാതിയിലാണ് ശ്വേതാ മേനോനെതിരെ കേസെടുത്തത്. അത് CJM കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തതെന്ന് പോലീസ് അറിയിക്കുകയുമുണ്ടായി. ഇത് വലിയ ചർച്ചയായിരിക്കെ ഈ ശ്വേതാ മേനോനെതിരെ പരാതി നൽകിയ ആൾക്കെതിരെയും വീണ്ടും പരാതി വന്നു. അത് ഇന്നലെയാണ് ഏറ്റവും ഒടുവിൽ ഒരു പരാതി വന്നത്. ഈ മാർട്ടിൻ മേനാച്ചേരി നൽകിയ പരാതിയിലെ ഉള്ളടക്കം സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണ് എന്നുള്ളതായിരുന്നു പരാതി. അത് ഇന്നലെ വരെ നടന്ന സംഭവങ്ങളാണെങ്കിൽ ഇന്ന് കൂടുതൽ പരാതികൾ വരികയാണ്. അതിലൊന്ന്, നേരത്തെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കുക്കു പരമേശ്വരനെതിരെ ഒരു വിഭാഗം വനിതാ അംഗങ്ങൾ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. കുക്കു പരമേശ്വരനെതിരെ അവർ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഈ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2018-ൽ ഈ അമ്മയിലെ ചില വനിതാ അംഗങ്ങളെ ചേർത്ത് ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു. അത് അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറയാനുള്ള ഒരു വേദി എന്നുള്ള നിലയിലാണ് കൊച്ചിയിലൊരു സ്വകാര്യ ഹോട്ടലിൽ ആ ഒരു ചർച്ച സംഘടിപ്പിച്ചത്. ആ ചർച്ച നടന്നുകൊണ്ടിരിക്കെ അവിടെ പല നടിമാരും അവരുടെ ദുരനുഭവങ്ങൾ തുറന്നു പറയുകയും അത് ക്യാമറയിൽ പകർത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ആ റെക്കോർഡ് ചെയ്ത ആ ദൃശ്യങ്ങൾ ഉള്ള മെമ്മറി കാർഡ് അത് കുക്കു പരമേശ്വരൻ തന്നെ കൈവശം വെച്ചു. കാരണം കുക്കു പരമേശ്വരനും ഇടവേള ബാബുവും ചേർന്നാണ് ഇത്തരത്തിലൊരു യോഗം സംഘടിപ്പിച്ചത്. അതിനുശേഷം ആ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരൻ കൈവശം വെച്ചിരിക്കുകയാണ്. ഇതെവിടെയാണെന്ന്
എന്താണെന്ന് പലതവണ ചോദിച്ചിട്ടും അതിനൊന്നും ഉത്തരമുണ്ടായില്ല എന്നൊക്കെ ഈ അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല ഇപ്പോൾ ജനറൽ സെക്രട്ടറിയായി മത്സരിക്കാൻ പോകുന്നു. അതുകൊണ്ട് ഈ ദൃശ്യങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുമെന്ന സംശയമൊക്കെ തങ്ങൾക്കുണ്ട് എന്ന് പൊന്നമ്മ ബാബു, പ്രിയങ്ക അടക്കമുള്ളവർ, ഉഷ ഹസീൻ അടക്കമുള്ളവർ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ അതൊരു പരാതിയായി തന്നെ മുഖ്യമന്ത്രി, സാംസ്കാരിക മന്ത്രി, വനിതാ കമ്മീഷൻ, ഒപ്പം താരസംഘടനയുടെ അഡ്ഹോക് കമ്മിറ്റി, അങ്ങനെ വിവിധ ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകി കഴിഞ്ഞിരിക്കുകയാണ് അവർ. ഉഷ ഹസീന തന്നെ നമ്മളോട് സംസാരിച്ചതാണ്. അപ്പോൾ തന്നെ ഈ പരാതിയിൽ ഉള്ളടക്കം എന്താണ് എന്നവർ വ്യക്തമാക്കി. ആദ്യഘട്ടത്തിലൊക്കെ ഇങ്ങനെ ഒരു പരാതിയായി സമീപിക്കാൻ അമ്മയിലെ വനിതാ അംഗങ്ങൾക്ക് ഭയമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, കാര്യങ്ങൾ തുറന്നു പറയാനുള്ളൊരു വേദിയുണ്ടെന്ന് തോന്നൽ അവർക്കുണ്ട്. മുഖ്യമന്ത്രിയെ പോലെയുള്ളവർ വളരെ ശക്തമായി ഇക്കാര്യത്തിൽ പിന്തുണ നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതിയുമായി വരാൻ ധൈര്യം ലഭിച്ചത് എന്നൊക്കെ ഉഷ ഹസീന പറയുന്നു. എന്നാൽ ഇതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ കുക്കു പരമേശ്വരനും DGPക്ക് പരാതി നൽകിയിരിക്കുകയാണ്. കുക്കു പരമേശ്വരൻ്റെ പരാതി എന്ന് പറയുന്നത് ഈ വനിതാ അംഗങ്ങൾ തന്നെ തുടർച്ചയായി അപമാനിക്കുന്നു, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് അപമാനിക്കുകയാണ്. താൻ മത്സരിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇത്തരത്തിൽ തനിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കർശന നടപടി സ്വീകരിക്കണം എന്ന് കുക്കു പരമേശ്വരനും പരാതി പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ സംഘടനയ്ക്കകത്ത് പരാതി പ്രളയമാണ് നിലവിലെ സാഹചര്യം. ഒപ്പം ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ കാര്യവും ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു. അവിടെ നിർമ്മാതാവ് സാന്ദ്ര തോമസും ലിസ്റ്റിൻ സ്റ്റീഫനും തമ്മിലാണ് ഇത്തരത്തിലുള്ള നിയമ പോരാട്ടങ്ങൾ നടക്കുന്നത്. ലിസ്റ്റിൻ സ്റ്റീഫനാണ് സാന്ദ്ര തോമസിനെതിരെ മാനനഷ്ട കേസ് നൽകിയത്. അതിന് കാരണം സാന്ദ്ര തോമസും ഇത്തരത്തിൽ അപകീർത്തികരമായ പരാമർശങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഒന്നിൽ കൂടുതൽ മാനനഷ്ട കേസുകൾ ലിസ്റ്റിൻ സ്റ്റീഫൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിലൊരു കേസിൽ സാന്ദ്ര തോമസിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്, സമൻസ് അയച്ചിട്ടുണ്ട് കോടതി. ഒപ്പം മറ്റൊരു മാനനഷ്ട കേസ് എറണാകുളം CJM കോടതി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തു. ഇങ്ങനെ സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് വിവിധ സംഘടനകൾക്കകത്ത് പോര് രൂക്ഷമാവുകയാണ്. ആ സംഘടനകളുടെയൊക്കെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഈ വിവാദങ്ങളും പരാതികളും ഒക്കെ മുറുകി വരുന്നത്. വിനിഷ, ഉമേഷ്, ആ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് തന്നെ പുറത്ത് വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നു. കാരണം ഹേമ കമ്മിറ്റിയൊക്കെ രൂപീകരിക്കപ്പെടുന്നതിന് മുൻപ് സിനിമയിൽ മീറ്റു ആരോപണങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വനിതാ അംഗങ്ങൾ ഒരു യോഗം ചേരുന്നതും ആ വനിതാ അംഗങ്ങളുടെ യോഗം വീഡിയോയായി ചിത്രീകരിക്കുന്നതും ആ മെമ്മറി കാർഡാണ് കാണാതെ പോയി എന്ന് പറയുന്നത്. ഇപ്പോഴും അത്രയും അധികം കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിക്കേണ്ട മെമ്മറി കാർഡ് കയ്യിലില്ല, കാണാതെ പോയി എന്ന് വളരെ നിരുത്തരവാദപരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കുക്കു പരമേശ്വരൻ്റെ ഭാഗത്തുണ്ടായത്. അപ്പോൾ എങ്ങനെ വിശ്വസിക്കും അവർ ഒരു സ്ഥാനത്തേക്ക്, ഭാരവാഹി സ്ഥാനത്തേക്ക് ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുപ്പിന് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് അവർ വരുന്ന സമയത്ത് ആ അധികാരം ദുരുപയോഗപ്പെടുത്തില്ലേ എന്നുള്ള സംശയം വനിതാ അംഗങ്ങൾ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ അത് നിയമത്തിന് മുൻപിൽ കേസായി വരുന്ന ഘട്ടത്തിൽ പോലും അത്തരത്തിലുള്ള പരാതികൾ പല ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. കാരണം ആ യോഗത്തിൽ പങ്കെടുത്ത ആളുകളുടെ പേര് വിവരങ്ങൾ, അവർ ഉന്നയിച്ച പരാതികളൊക്കെ പല ഭാഗത്തുനിന്നും വാർത്തകളായി പുറത്തേക്ക് വരുന്നുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ ഇനിയും എന്താണ് അവിടെ ആ യോഗത്തിൽ നടന്നത്, ആരെക്കുറിച്ച്, ആർക്കെതിരെ, സിനിമാ ലോകത്തുള്ളവർക്കെതിരെ തന്നെയാണ് ഇത്തരത്തിലുള്ള പരാതികൾ വനിതാ അംഗങ്ങളുടെ ഭാഗത്തുണ്ടായത്. അപ്പോൾ അവരുടെ സുരക്ഷയെ കരുതിയൊക്കെയുള്ള ചോദ്യങ്ങളാണ് മുന്നോട്ടേക്ക് വരുന്നത്. തീർച്ചയായും ഈ വനിതാ അംഗങ്ങൾ ഏതാണ്ട് 13 പേർ അന്നത്തെ ആ യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് അവർ പറയുന്നത്. കൊച്ചിയിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ചായിരുന്നു ഈ തുറന്നു പറയാനുള്ളൊരു വേദി എന്നുള്ള നിലയിൽ ഇങ്ങനെയൊരു ചർച്ച വെച്ചത്. ആ ചർച്ചയിൽ പങ്കെടുത്തവരെല്ലാം കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തു, അവരുടെ ദുരനുഭവങ്ങൾ തുറന്നു പറയുകയും ചെയ്തു. ആ പറയുന്നതിനിടയ്ക്കാണ് അവിടെ ഒരു ക്യാമറ ശ്രദ്ധയിൽപ്പെട്ടത് എന്നവർ പറയുന്നു. ഇതെന്തിനാണ് ഈ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അതൊരു തെളിവിന് വേണ്ടിയാണ്, അതൊരു സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നാണ് കുക്കു പരമേശ്വരൻ അന്ന് മറുപടി പറഞ്ഞത് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതിനുശേഷം അത് കൃത്യമായി സൂക്ഷിക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. അല്ലെങ്കിൽ അത് എത്തേണ്ട ഇടത്ത് എത്തിക്കണം. ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്ക് അത് കൈമാറേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒരു കൈമാറ്റം നടന്നിട്ടുമില്ല. ഇപ്പോൾ അതെവിടെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരവും ലഭിച്ചിട്ടില്ല എന്നാണ് ഇവരുടെ ആശങ്ക. യഥാർത്ഥത്തിൽ അത് പോലീസിനെ അന്വേഷിക്കുകയാണെങ്കിൽ കുക്കു പരമേശ്വരൻ്റെ ഒരു ഭാഗം കൂടി കൃത്യമായി കേൾക്കേണ്ടതുണ്ട്. അവരുടെ കുറേയേറെ വിശദീകരണം ഇക്കാര്യത്തിൽ വന്നിട്ടില്ല. കാരണം മാധ്യമങ്ങളുമായി ഈ വിഷയം കുക്കു പരമേശ്വരൻ അധികം സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇനി പോലീസാണ് ഇക്കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത്. രണ്ട് കൂട്ടരുടെയും പരാതിയുണ്ട്. കുക്കു പരമേശ്വരൻ്റെ പരാതിയുമുണ്ട്, ഈ വനിതാ അംഗങ്ങളുടെ പരാതിയുമുണ്ട്. ഇത് കൃത്യമായി പരിശോധിച്ച് ആർക്കാണ് ഇതിൽ വീഴ്ച സംഭവിച്ചത്, അല്ലെങ്കിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, ഇവരുടെ ഈ വനിതാ അംഗങ്ങൾ പറയുന്ന പരാതിയിലെ കാര്യങ്ങൾ വസ്തുതാപരമാണോ,
അതല്ല കുക്കു പരമേശ്വരൻ പറയുന്നത് പോലെ ഇത് ആക്ഷേപിക്കലാണോ? ഇങ്ങനെ അമ്മയിൽ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിലൊരു പ്രധാന സ്ഥാനത്തേക്ക് മത്സരിക്കുന്നയാളെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം മാത്രമാണോ ഈ പരാതികൾക്കൊക്കെ പിന്നിലുള്ളത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായ അന്വേഷണം തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. അത് ഈ പരാതി പോലീസിന് ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിന് ഈ പറയുന്ന അംഗങ്ങളുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഒപ്പം കുക്കു പരമേശ്വരൻ്റെ ഈ ആരോപണത്തിൽ പ്രധാന ആരോപണ വിധേയയായ കുക്കു പരമേശ്വരൻ്റെ അടക്കം ഭാഗം കേൾക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് നമുക്കും എത്താൻ കഴിയുകയുള്ളൂ. ഏതായാലും വളരെ വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അതിനിടയിൽ ഭാരവാഹി തെരഞ്ഞെടുപ്പിന് ഇനി ഒരാഴ്ച തികച്ചില്ല. അതിനു മുമ്പ് ഈ തെരഞ്ഞെടുപ്പ് നടക്കും. ഭാരവാഹികളെ കൃത്യമായി തെരഞ്ഞെടുക്കുകയൊക്കെ ഉണ്ടാകും. പക്ഷേ അന്വേഷണം മറ്റൊരു വഴിക്ക് പുരോഗമിക്കുകയും ചെയ്യും. അതിൽ തുടർ നടപടികൾ ഉണ്ടാവുകയും ചെയ്യും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇതിനു മുൻപും ഈ അമ്മയുമായി ബന്ധപ്പെട്ട അമ്മയുടെ പെൺമക്കൾ എന്ന രീതിയിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഈ വനിതാ വാട്സപ്പ് ഗ്രൂപ്പ് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. വനിതാ അംഗങ്ങൾ മാത്രമുള്ള ഒരു കൂട്ടായ്മയാണ്. പക്ഷേ ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നിയമാവലിയിൽ അവർ തന്നെ ഒരു പറയുന്ന കാര്യമെന്ന് പറയുന്നത് ഇത് അമ്മയുമായി കണക്റ്റഡ് ആണ്. അമ്മയിൽ ഇവിടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അമ്മ അറിയും, അമ്മയിൽ ചർച്ച ചെയ്യും, അമ്മയിലെ ഭാരവാഹികൾ അറിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാട്സപ്പ് ഗ്രൂപ്പ് ഉള്ളത്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പല പ്രമുഖ നടിമാരും ഇതിനോടകം തന്നെ എക്സിറ്റ് ആയി പോയിട്ടുണ്ട്. അവരെ ഒന്നും തിരിച്ചു കയറ്റാനോ അല്ലെങ്കിൽ തുറന്ന ഒരു ചർച്ചയ്ക്ക് ഇപ്പോഴും ഒരു പോസിബിലിറ്റി ഇല്ല എന്നുള്ള രീതിയിലാണ് ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ വരെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അമ്മയുടെ പെൺമക്കൾ ചേരിതിരിഞ്ഞ രണ്ട് ഭാഗത്തായി നിൽക്കുന്നു. അമ്മയ്ക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നു. അതിനിടയിലേക്കാണ് ഒരു തിരഞ്ഞെടുപ്പ് വരുന്നത്. ഈ വിവാദങ്ങളെല്ലാം അവസാനിപ്പിക്കണം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷവും മോഹൻലാലിൻ്റെയൊക്കെ പ്രതികരണം അത്തരത്തിൽ സിനിമയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ അത് സിനിമാ ലോകത്ത് തന്നെ ചർച്ച ചെയ്ത് അത് അവസാനിപ്പിക്കണം, അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു മേഖലയാണ് മലയാള സിനിമാ മേഖല എന്നുള്ള തരത്തിലായിരുന്നു. അതൊന്നുമല്ല സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇനിയും പ്രശ്നങ്ങളുണ്ട്, വിവാദങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് തെളിയിക്കുന്ന കൂടെയുണ്ട് ഈ അവസാനം വന്ന ഈ കാൻഡിഡേറ്റുകൾക്കെതിരെ, തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കെതിരെ വരുന്ന ആരോപണങ്ങൾ. അതെ, അതിപ്പോൾ ഈ കേവലം തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല, കുറേയേറെ കാലം നീണ്ടു നിൽക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടവയുടെ കൂട്ടത്തിലുണ്ട് എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. വളരെ പെട്ടെന്ന് പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നങ്ങളല്ല അതിൽ പലതും എന്നുള്ളതും നമുക്ക് ബോധ്യമാവുകയും ചെയ്യും. കാരണം ഈ യഥാർത്ഥത്തിൽ നടിയെ ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടായതിന് ശേഷമാണ് ഈ സിനിമയിലെ ഒരു വനിതാ കൂട്ടായ്മ എന്നുള്ള നിലയിൽ WCCയുടെ രൂപീകരണമൊക്കെ ഉണ്ടായത്. ആ ഘട്ടത്തിലാണ്. പക്ഷേ WCCക്ക് അകത്തും ഇപ്പോൾ വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ചേരിതിരിവുണ്ടായി. പലരും അഭിപ്രായ വ്യത്യാസം പറഞ്ഞു. ഈ 13 വനിതാ അംഗങ്ങൾ പങ്കെടുത്ത യോഗത്തിലും ആ അഭിപ്രായം തന്നെ അവർ പങ്കുവച്ചു. കാരണം WCC അല്ല, ഓരോരുത്തരും അവരവരുടെ കാര്യം തന്നെ പറഞ്ഞ് മുന്നോട്ട് വരേണ്ടതുണ്ട് എന്ന് ഉള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ കൊച്ചിയിലൊരു സ്വകാര്യ ഹോട്ടലിൽ ഇത്തരമൊരു ചർച്ച സംഘടിപ്പിച്ചതിൻ്റെ പിന്നിലും അതാണ്. പക്ഷേ ആ ചർച്ച സംഘടിപ്പിച്ചതിൻ്റെ ലക്ഷ്യം കണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. കാരണം അങ്ങനെ ഒരു ചർച്ച നടന്നു, പരാതികളൊക്കെ കേട്ടു, അത് കൃത്യമായി റെക്കോർഡ് ചെയ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ആ റെക്കോർഡ് ചെയ്യപ്പെട്ട മെമ്മറി കാർഡ് അതെവിടെ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമാവുന്നില്ല. അതൊരു ഗുരുതരമായ ആരോപണം തന്നെയാണ്. കാരണം ഇനി ജനറൽ സെക്രട്ടറിയായി ഇപ്പോൾ ഈ അമ്മ സംഘടനയ്ക്ക് വരെ ഈ വനിതാ അംഗങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. അതായത് നിലവിലൊരു സംഘടനയില്ല, ഔദ്യോഗിക മെയിൽ ID-യിലേക്കാണ് അവർ ഈ പരാതി നൽകുന്നത്. ഇനി യഥാർത്ഥത്തിൽ സംഘടന രൂപീകരിക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ആ ഒരു സംഘടന യഥാർത്ഥത്തിൽ പൂർണ്ണ അർത്ഥത്തിൽ രൂപം കൊള്ളുക. അപ്പോൾ ഒരുപക്ഷെ ഈ ആരോപണ വിധേയയായ കുക്കു പരമേശ്വരനാണ് ജനറൽ സെക്രട്ടറിയായി വരുന്നതെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന കുക്കു പരമേശ്വരൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി ആയിരിക്കും ഈ പരാതിയും പരിഗണിക്കുക. അപ്പോൾ അതിൽ എത്രത്തോളം നീതി കിട്ടും എന്നൊക്കെയുള്ള ആശങ്ക ഇവർക്കുണ്ട്. അതുകൊണ്ടായിരിക്കാം അവർ മുഖ്യമന്ത്രിക്കടക്കം വളരെ വിശദമായൊരു പരാതി എല്ലാ തലത്തിലേക്കും അയച്ചിട്ടുള്ളത്. അങ്ങനെയാണ് എന്ന് കരുതുന്നു. ഏതായാലും ഒരു പരാതിയുടെ അന്വേഷണത്തിൻ്റെ തുടക്കം അത് വരാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് ഒരു ആഴ്ച കൊണ്ട് അവസാനിക്കും. പക്ഷേ ഈ പരാതികളിന്മേലുള്ള അന്വേഷണം അത് ഏറെ നീണ്ടുപോകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിൽ എന്തൊക്കെ തുടർ നടപടികളാണ് വരിക എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. വിനിഷ. ശരി ഉമേഷ്.